ഹായ് ഗൈസ്, ഇന്നൊരു കിടിലൻ രസകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ ഓഫീസിൽ ഉണ്ടായി കേട്ടോ. ആ ഒരു വീഡിയോ നമ്മുടെ ബ്ലസൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോൾ സംതിങ് നിങ്ങൾക്ക് വേണ്ടി ഒരു കണ്ടന്റ്, സത്യം പറഞ്ഞ ഒരു കണ്ടന്റ് തപ്പി നടക്കുകയായിരുന്നു. അങ്ങനെ കിടിലൻ ഒരു കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താണ് കണ്ടന്റ്, എന്താണ് ആ സിറ്റുവേഷൻ, നിങ്ങൾ ആദ്യം അത് കണ്ടിട്ടോ. എത്രാമത്തെ വട്ടത് എന്റെ പ്രശാന്ത് സാർ നോക്കി ലാപ്ടോപ്പ് ഇന്ന് 5ാമത്തെ വട്ട ലാഗാവുന്നത്. ഹലോ സർ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം കേട്ടോ. സർപ്രൈസിലേക്ക് ഞാൻ വിളിച്ച് പറയാമേ. ഗൈസ്, സിറ്റുവേഷൻ നിങ്ങൾ കണ്ടില്ലേ? അരുണ് സത്യം പറഞ്ഞാൽ കുറെ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഇപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലായി. ഞാൻ ലൈക്ക് നേരിട്ട് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു തെളിവായിട്ടൊന്നും ഇവിടെ കിട്ടിയില്ല. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വീഡിയോ ആയിട്ട് ബ്ലസൻ എടുത്ത് തന്നു. അപ്പോൾ ഈ സിറ്റുവേഷനിൽ പുള്ളിക്കാരൻ മനസ്സിലാക്കിയ എനിക്ക് മനസ്സിലായ കാര്യമാണ്, 35,000 രൂപ മുടക്കി വാങ്ങിച്ച ഒരു ബഡ്ജറ്റ് ലാപ്ടോപ്പാണ് പുള്ളിക്കാരൻ കൺസൾട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് രണ്ടാമത്തെ കൺസൾട്ടന്റ് അമൽ ഉപയോഗിക്കുന്നതോ ഒരു വർഷത്തോളം പഴക്കമുള്ള ഒരു സിമിലർ സ്പെക്കിലുള്ള സെയിം സ്പെക്കാണ് കേട്ടോ, രണ്ടും ഡ്യുവൽ കോർ ആണ്. പക്ഷെ അമൽ ഉപയോഗിക്കുന്നതിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള SSD ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു അരുണിന്റെ സ്പെക്കിലാണെങ്കിൽ ഹാർഡ് ഡിസ്കും. അപ്പം ആ ഒരു പെർഫോമൻസ് ലാഗ് നന്നായിട്ടുണ്ട്. ഈവൻ മൗസിന്റെ പോയിന്റർ പോലും റെസ്പോൺസീവ് ആയിട്ട് പലപ്പോഴും കാണുന്നില്ല. എന്താണ് അപ്പം ഈ ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് കുറെ കാലം കൊണ്ട് നമ്മൾ ലൈക്ക് പുതിയ സാധനമാണ്, വാറണ്ടി വോയിഡ് ആകുമോ പലർക്കും ഉള്ള ഡൗട്ടാണ്. ഇപ്പോൾ ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങിച്ച് ഇങ്ങനെയൊക്കെ ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ വാറണ്ടി പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക അല്ലേ? അപ്പോൾ ഇത് വാറണ്ടി ഒന്നും വോയിഡ് ആവാതെ തന്നെ നമുക്കൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് നമുക്കിന്ന് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. പരമാവധി ഒരു ബഡ്ജറ്റ് യൂസേഴ്സിന് എല്ലാവർക്കും തന്നെ പുതിയൊരു ലാപ്ടോപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തവരും ലാഗ് അടിക്കുന്ന ആൾക്കാർക്കും ഈവൻ PC ഉപയോഗിക്കുന്നവർക്ക് പോലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അതിന്റെ ഫുൾ ഡിഫറൻസസും നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ്, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ give us a like and subscribe guys. അപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ ഡയറക്ട്ലി പോകാം. without wasting much time, this is Prashant Davi with Blessed Be Simon and you're watching GeekBoZ TV. എടുത്തിട്ടോ, നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കി എടുത്തിട്ടോ. അല്ലെ ആരെയും വിളിച്ചിട്ടെങ്കിലും സാധനം ഇങ്ങോട്ട് എടുത്തിട്ട് രണ്ടും വേണേ. ആ ചാർജറിനും എടുത്തിട്ടോ, മറക്കണ്ട. ആ ഫുള്ള് നോക്കി തരാം. എവിടെ വന്ന വാ. എന്താടാ ഒടിഞ്ഞു തൂങ്ങി വരണം, നോക്കടാ. ഇതല്ലേ നിന്റെ ലാപ്പ്? ഇതാണ് എന്റെ ലാപ്പ്. റെഡിയാക്കും, ഇന്ന് റെഡിയാക്കിയിരിക്കും. കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് ആണ്. ഇന്ന് റെഡിയാക്കിയിരിക്കും, റെഡിയാക്കിയിട്ടേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമ്മുടെ അരുണ് ലാപ്ടോപ്പ് കൊണ്ടുവന്നു. ഇത് അമലിന്റെ ലാപ്പ്, ഇത് അരുണിന്റെ ലാപ്പ്. 2 HP-യുടേതാണ്, 2 ഡ്യുവൽ കോർ ആണ്, 4GB RAM ആണ് രണ്ടിനും. ഇതിൽ SSD ഉണ്ട്. ഈ റൈസൺ സ്റ്റിക്കർ നോക്കട്ടെ കേട്ടോ, ഇത് അവൻ ഒട്ടിച്ചതാണ്. ഇതിനകത്ത് ഹാർഡ് ഡിസ്ക് ആണ്. അപ്പം രണ്ടും അത്യാവശ്യം റീസൺ ആയിട്ടുള്ള മോഡൽസ് തന്നെയാണ്, വലിയ പഴക്കോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അരുണിന്റെ ലാപ്പാണ് ഇത്രയും ലാഗും സ്റ്റക്കും കാര്യങ്ങളും ഒക്കെ. ഞാൻ തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കിയപ്പോൾ തന്നെ ഒരു കാര്യം ഞെക്കിക്കഴിഞ്ഞാൽ അത് അവിടെ തന്നെ അങ്ങ് ഇരിക്കുകയാണ്, അനങ്ങത്ത് പോലും ഇല്ല. ഈവൻ മൗസ് പോലും കുറച്ചു നേരം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ആ റെസ്പോൺസ് കാണിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഫുള്ള് ഇരുന്ന് പഠിച്ച് ഇത് സെറ്റ് ആക്കിയിട്ടേ ഇന്ന് ഇടുന്നുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആ 2 ലാപ്ടോപ്പ് ഞാനിപ്പോൾ നോക്കിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് തന്നെ ഭയങ്കര ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലാഗ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ നിങ്ങൾ കണ്ടിട്ട് പോകും. When you got nowhere
ഗൈസ് നമ്മുടെ ആ ലാപ്ടോപ്പിന്റെ ടെസ്റ്റിംഗിൽ തന്നെ ആദ്യം തന്നെ ഞാൻ ഗൂഗിൾ നോക്കി, ഗൂഗിൾ ക്രോം കേട്ടോ. ഗൂഗിൾ ക്രോം നമ്മുടെ വെബ്സൈറ്റിൽ ലോഡ് ചെയ്യാനുള്ള ടൈം എടുത്തു. അതുപോലെ തന്നെ എക്സൽ, വേർഡ്, പവർ പോയിന്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും മാക്സിമം സോഫ്റ്റ്വെയർസ് പൊതുവെ ഒരു ഓഫീസിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കിയത്. ആ ലാഗ് ഡിഫറൻസ് എന്ന് വെച്ചാൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. ആ സിസ്റ്റം ഓണായി വരുന്നതും ഓഫായി വരുന്നതും ഓഫ് ആൻഡ് എടുക്കുന്ന ടൈം, റീസ്റ്റാർട്ട്, എല്ലാ കാര്യങ്ങളും നല്ല ലാഗുണ്ട്. നല്ല ലാഗ് എന്ന് വെച്ചാൽ ഈവൻ ഒരു 1.5 മാസം പോലും ആയിട്ടില്ല ലാപ്ടോപ്പ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഒരു 6 തൊട്ട് 1 വർഷം വരെ പഴക്കമുള്ള ലാപ്ടോപ്പ് ഒക്കെ നല്ല ഇതിനെക്കാട്ട് ലാഗ് ഉണ്ടാകാനേ ചാൻസ് ഉള്ളൂ. അപ്പൊ നമുക്ക് SSD ഉള്ള എന്നാൽ അമലിന്റെ ലാപ്പ് ആണെങ്കിലോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇപ്പോഴും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ആൻഡ് മോർ ഓവർ 1.5 വർഷം അടുപ്പിച്ചായിട്ടുണ്ട് അമലിന്റെ ലാപ്പ്. പക്ഷെ കമ്പാരിറ്റീവ്ലി പെർഫോമൻസ് വൈസ് നമുക്ക് സത്യം പറഞ്ഞാൽ അമലിന്റെ ലാപ്ടോപ്പ് ആണ് റീസെന്റ് ലാപ്ടോപ്പ് എന്നേ തോന്നുള്ളൂ. പക്ഷെ നമുക്ക് ഇനി ഇതിൽ വെക്കാനായിട്ട് ഇപ്പോഴത്തെ ഒരു ലാപ്ടോപ്പ് ജനറേഷൻ നിങ്ങൾക്ക് അറിയാം, ഇത് HP യുടെ ഒരു ലാപ്ടോപ്പാണ്. ഈ HP യുടെ ഈ ലാപ്ടോപ്പിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് തന്നെ ഇതിൽ M.2 സ്ലോട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഹാർഡ് ഡിസ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻറ്റയർലി റിപ്ലേസ് ചെയ്ത് SATA SSD ഉപയോഗിക്കാം. അതർവൈസ് അല്ലെങ്കിൽ സെക്കൻഡ് ആയിട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ഹാർഡ് ഡിസ്കിനെ കീപ്പ് ചെയ്തുകൊണ്ട് പ്രൈമറി ആയിട്ട് M.2 SSD നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഞാനപ്പോൾ ഇതിൽ 120 GB കിങ്സ്റ്റൺ SSD ആണ് ഉപയോഗിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഞാൻ ആദ്യം ഒരു SATA SSD ഉപയോഗിക്കാമെന്ന് നോക്കി. പക്ഷേ പ്രൊവിഷൻ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ വീണ്ടും SATAയിലോട്ട് പോകുന്നത്? ഹാർഡ് ഡിസ്ക് അവിടെ തന്നെ കീപ്പ് ചെയ്തിട്ട് M.2 SSD ആണ് ഉപയോഗിക്കുന്നത്. അറൗണ്ട് ഒരു 2200 rupees, 2200 രൂപയുടെ ചിലവേ ഉള്ളൂ നിങ്ങൾക്ക് സത്യം പറഞ്ഞ ഒരു M.2 SSD വെക്കുകയാണെങ്കിൽ. അപ്പോൾ SSD വെച്ചിട്ട് നമുക്കുള്ള പെർഫോമൻസ് ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾ ഇനി കണ്ടിട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിന്റെ വർക്കെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇനി ഈ ലാപ്പും കൊണ്ട് നമുക്ക് അരുണിന്റെ അടുത്തോട്ട് പോകാം കേട്ടോ. അപ്പം അരുണിന്റെ എക്സ്പീരിയൻസ് തന്നെ നിങ്ങളുടെ ലാസ്റ്റ് ആയിട്ട് അരുണിന്റെ ആ ഒരു വായി തന്നെ കേൾക്കട്ടെ, അതാ നല്ലത്. അപ്പോൾ അരുണെ, നമ്മുടെ ലാപ്ടോപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓണാക്കിയോ, ഉപയോഗിച്ച് നോക്ക്. എങ്ങനെയുണ്ട് ഇതിന്റെ റിവ്യൂ എന്ന് നീ തന്നെ സ്വന്തമായിട്ട് പറയാം. ഓക്കെ, ഓണാക്കി വെക്കാം. നേരത്തേക്ക് ഓൺ ആവാനായിട്ട് അത്രയും ടൈം ഡിലേ ഉണ്ടായിരുന്നു ഗൈസ്, നിങ്ങളെല്ലാം കണ്ടു തന്നെ. ഓൾമോസ്റ്റ് ഒരു 2 minutes ഒക്കെ എടുക്കുമായിരുന്നു ഇപ്പം ലോഗിൻ ആയി വരാൻ. ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ഫാസ്റ്റ് ആയില്ലേ? നല്ല ഫാസ്റ്റ് ആയല്ലോ. ഇനി നമ്മുടെ MS ഓഫീസൊക്കെ ഒന്ന് റൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്ക് അത് റൺ ചെയ്യാനായിട്ട് നല്ല ടൈം ഡിലേ ഉണ്ടായിരുന്നു. പറഞ്ഞില്ലേ? സന്തോഷമായല്ലോ. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയില് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഫിക്സ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ആണ്, പക്ഷെ വളരെ ബെനിഫിഷ്യൽ ആയിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഈസ് പ്രശാന്ത് ആവി വിത്ത് and Pleasant V7. Guys, bye.